my dear student. Welcome back to Learn and Grow with Sumi. നമ്മുടെ വെക്കേഷനൊക്കെ കഴിഞ്ഞ് നമ്മുടെ ക്ലാസ്സസൊക്കെ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുകയാണല്ലേ. അപ്പോൾ നമ്മൾക്ക് പുതിയ പാഠങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ക്ലാസ് 8 സയൻസ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററായ മെഷർമെൻറ്റ് ആൻഡ് യൂണിറ്റാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം മെഷർമെൻറ്റ് ആൻഡ് യൂണിറ്റ്. ഇവിടെ ഫസ്റ്റ് തന്നെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് അല്ലേ, അതാണ് ഒരു കാറിൻ്റെ. the engine of this car is manufactured in Japan and the other part in India. അപ്പോൾ ഇവിടെ ഈ ഒരു കാറിൻ്റെ മെക്കാനിക് പറയാണ്, ഈ കാറിൻ്റെ അല്ലെങ്കിൽ ഈ കാറെന്നല്ല എല്ലാ കാറിൻ്റെയും എന്താണ് അതിൻ്റെ കാറ് മാനുഫാക്ചേർഡ് ചെയ്തിരിക്കുന്നത് ജപ്പാനിലാണ്, പക്ഷേ അതിൻ്റെ പാർട്സൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് ഇന്ത്യയിലാണ്. ഓക്കെ, അങ്ങനെ അപ്പോൾ ഇവിടെ ഈ കുട്ടിക്കൊരു ഡൗട്ടാണ്, ഹൗ ക്യാൻ വി പെർഫെക്റ്റ്ലി അസംബിൾ ദ പാർട്സ് മാനുഫാക്ചേർഡ് ഇൻ ഡിഫറെൻറ്റ് കൺട്രീസ്. അങ്ങനെ പല രാജ്യങ്ങളിൽ നിന്ന് ഉണ്ടാക്കിയ പാർട്സൊക്കെ അസംബിൾ ചെയ്തിട്ട് യോജിപ്പിച്ചിട്ടാണ് ഇങ്ങനെ ഒരു കാറ് ഉണ്ടാക്കുന്നത് അല്ലേ. അപ്പോൾ അതെങ്ങനെയാണ് പ്രോപ്പറായിട്ട് അസംബിൾ ചെയ്യുന്നതെന്നാണ് ഈ കുട്ടിയുടെ ഡൗട്ട്. ഹാവ് യു നോട്ടീസ് ദ ചൈൽഡ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ കുട്ടിയുടെ ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിച്ചോ, വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ. അപ്പം നിങ്ങളുടെ ഒപ്പീനിയനും എന്താണ്. ഈ കുട്ടി ചോദിച്ചല്ലോ, അപ്പോൾ എങ്ങനെയാണ് ഇങ്ങനെ പല രാജ്യങ്ങളിൽ ഉണ്ടാക്കുന്ന പാർട്സുകൾ തമ്മിൽ യോജിപ്പിക്കുമ്പോൾ അത് ശരിയായിട്ട് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നതെന്നാണ് കുട്ടിയുടെ ഡൗട്ട്. അപ്പോൾ നിങ്ങൾക്കും അങ്ങനെ ഡൗട്ടുണ്ടോ? നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ്? എങ്ങനെയാണ് അതങ്ങനെ പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുന്നത്? എങ്ങനെയായിരിക്കാം? ഇതിനൊക്കെ എന്തുണ്ട്, നമ്മൾ ഉണ്ടാക്കുന്ന ഓരോ പ്രൊഡക്റ്റും അല്ലേ, ഈ കാറിൻ്റെ പാർട്സാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ അത് തന്നെ നമുക്ക് പറയാം. അപ്പോൾ അതൊക്കെ നിർമ്മിക്കുന്നതിന് അതിന് ശരിയായ അളവുകളും യൂണിറ്റുകളും ഉണ്ട് അല്ലേ. ചാപ്റ്ററിൻ്റെ പേര് പോലെ തന്നെ മെഷർമെൻറ്റ് ആൻഡ് യൂണിറ്റ്. ശരിയായ കൃത്യമായ അളവുകളും അതിന് പ്രത്യേക യൂണിറ്റുകളുണ്ട്. അപ്പോൾ അതനുസരിച്ചാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലേ. അങ്ങനെ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ അത് ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ഉണ്ടാക്കിയാലും അത് പരസ്പരം യോജിപ്പിക്കാൻ പറ്റുന്നതാണ് അല്ലേ. അല്ലെങ്കിൽ പലർക്കും തോന്നിയ രീതിയിൽ ഉണ്ടാക്കിയാൽ അതൊരിക്കലും സംഭവിക്കില്ല അല്ലേ. ഓരോന്നിനും കൃത്യമായ അളവുകളും യൂണിറ്റുകളും ഉണ്ട്. ഓക്കെ ദെൻ to solve such problems in our daily life, it is necessary to measure and state the characteristic properties of object and phenomena. Such measurable quantities are physical quantities. ഓക്കെ, അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ അങ്ങനെ നമുക്ക് പല കാര്യങ്ങളും ആവശ്യമായിട്ടുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഡെയിലി ലൈഫിൽ ഇങ്ങനെ പല നമ്മളുടെ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പല വസ്തുക്കളുടെയും ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് ഒബ്ജക്റ്റ് ആൻഡ് ഫിനോമിന, അതിൻ്റെ സ്വഭാവ സവിശേഷതകളൊക്കെ മനസ്സിലാക്കി അതിനെ പ്രസ്താവിക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ മെഷറബിൾ ക്വാണ്ടിറ്റീസ് ആയിട്ടുള്ള ഇതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്, ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ സച്ച് മെഷറബിൾ ക്വാണ്ടിറ്റീസ് ആർ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. Observe the following situation in our life. Find the physical quantities in each of them. Record the quantities you identified in the table. അപ്പോൾ താഴെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മുടെ ഡെയിലി ലൈഫിൽ ഉള്ള കുറച്ച് കാര്യങ്ങളാണ് പിക്ചറൈസേഷൻ രൂപത്തിൽ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലുള്ള ക്വാണ്ടിറ്റീസ് ഏതാണെന്ന് നമ്മൾ എഴുതാനാണ് താഴെ ടേബിൾ. ഓക്കെ, ഫസ്റ്റ് 1.2 ഫിഗറിൽ എന്താ ഇവിടെ ചെയ്യുന്നത്, ഇയാൾ ഈ ഒരു ലെങ്ത്ത് മെഷർ ചെയ്യാണ് അല്ലേ, ആഴം എത്രയുണ്ടെന്ന് ചെക്ക് ചെയ്യാണ്. അപ്പോൾ സെക്കൻഡ് പിക്ചറിൽ ടൊമാറ്റോയുടെ വെയിറ്റ് നോക്കുകയാണ് അല്ലേ ചെയ്യുന്നത്, അപ്പോൾ അതിൻ്റെ മാസ്. നെക്സ്റ്റിൽ എന്താണ്, ടൈലർ അയാളുടെ ഡ്രസ്സ് മെഷർ ചെയ്യാണ്, അതും ലെങ്ത്ത് കാണാണ് ചെയ്യുന്നത് അല്ലേ. ഓക്കെ, നെക്സ്റ്റ് പിക്ചർ നോക്കിയേ 1.5. അത് സ്റ്റോപ്പ് വാച്ച് യൂസ് ചെയ്യുകയാണ് അല്ലേ. ഒരു അയാൾ റേസിൽ പങ്കെടുക്കുമ്പോൾ ആ സ്റ്റോപ്പ് വാച്ച് എത്ര മിനിറ്റിലാണ് അല്ലെങ്കിൽ എത്ര സെക്കൻഡ്സിലാണ് അയാൾ ആ ഒരു ഓട്ടം പൂർത്തിയാക്കിയെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സ്റ്റോപ്പ് വാച്ച് യൂസ് ചെയ്യും അല്ലേ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ എന്താണ് സ്റ്റോപ്പ് വാച്ച് എന്ന്. നെക്സ്റ്റ് വൺ എന്താ, ഇയാളുടെ ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്യാണ് ചെയ്യുന്നത് അല്ലേ, ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്യാണ് ചെയ്യുന്നത്. പിന്നെ 1.7 ഈ ഇൻസ്ട്രുമെൻറ്റ് നിങ്ങൾ എപ്പോഴും കണ്ടിട്ടുണ്ടോ? ഒന്ന് ഓർത്ത് നോക്കിയാൽ നമ്മുടെ ആ ഒരു കൊറോണ ടൈമിലൊക്കെ നമ്മൾ എവിടേക്ക് ഇങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് ടെമ്പറേച്ചർ ചെക്ക് ചെയ്യാനായിട്ടാണ് ആ ഒരു ഉപകരണം യൂസ് ചെയ്യുന്നത്. ഓക്കെ,
അപ്പോൾ നമ്മളുടെ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യും അല്ലേ, നമ്മളുടെ ശരീരത്തിന് ചൂടുണ്ടോ പനിയുണ്ടോ എന്നൊക്കെ കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ ഓരോ സിറ്റുവേഷനും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലത്തെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഏതാണെന്നാണ് നമ്മളവിടെ എഴുതേണ്ടത്. മെഷറിങ് ദ ഡെപ്ത് ഓഫ് ദ പിറ്റ്. അപ്പോൾ ആ ആദ്യത്തെ കുഴിയുടെ ആഴം മെഷർ ചെയ്യുന്നത്. അപ്പോൾ അതെന്താണ് അത് മെഷർ ചെയ്യുന്നത്? ലെങ്ത് ആണ്. നെക്സ്റ്റ് മെഷറിങ് ദ വെയ്റ്റ് ഓഫ് ദ വെജിറ്റബിൾ. അപ്പോൾ വെജിറ്റബിളിൻ്റെ വെയ്റ്റ്, ദറ്റ് ഈസ് മാസ്. ടേക്കിംഗ് മെഷർമെൻറ്റ് ബൈ ടൈലർ അല്ലേ, അപ്പോൾ ദാറ്റ് ഈസ് ഓൾസോ ലെങ്ത് ആണ്. യൂസിങ് എ സ്റ്റോപ്പ് വാച്ച് ഇൻ എ റൈസ്. അപ്പോൾ അതെന്താണ്? ടൈമാണ് അല്ലേ, ടൈമാണ് നമ്മളവിടെ മെഷർ ചെയ്യുന്നത് അല്ലേ. നെക്സ്റ്റ് മെഷറിങ് ബ്ലഡ് പ്രഷർ. ബ്ലഡ് പ്രഷർ ആകുമ്പോൾ പ്രഷർ, ബ്ലഡിൻ്റെ പ്രഷർ അല്ലേ, അപ്പോൾ പ്രഷർ ഫിസിക്കൽ ക്വാണ്ടിറ്റി ആയിട്ട് വരുന്നത് പ്രഷറാണ്. മെഷറിങ് ബോഡി ഹീറ്റ്. അപ്പോൾ ബോഡി ഹീറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ടെമ്പറേച്ചർ. ഓക്കെ, ടെമ്പറേച്ചർ. അപ്പോൾ നമ്മളെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഏതൊക്കെ പഠിച്ചു? ലെങ്ത്, മാസ്, ടൈം, പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ. ഓക്കെ. In all the above situation, physical quantities helps to solve the പ്രാക്ടിക്കൽ പ്രോബ്ലംസ് സ്യൂട്ടബ്ലി. അപ്പോൾ മുകളിൽ കൊടുത്തിരിക്കുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഒക്കെ എന്താണ്? പ്രാക്ടിക്കൽ ആയിട്ടുള്ള പ്രോബ്ലംസ് നമ്മൾ സോൾവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും അല്ലേ. അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന, നിങ്ങൾ ഫെമിലിയർ ആയിട്ടുള്ള വേറെ ഏതൊക്കെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഉണ്ട്? താഴെ എഴുതി ചേർക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഏതാക്കണം? ഫൈൻഡ് ആൻഡ് റൈറ്റ് മോർ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ദാറ്റ് യു ആർ ഫെമിലിയർ വിത്ത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്തുണ്ട്? നമുക്കൊന്ന് എഴുതാം, ഫോഴ്സ് അല്ലേ, ബലം പ്രയോഗിക്കുമല്ലോ നമ്മൾ, ഫോഴ്സ്. അത്. മറ്റൊന്ന് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടില്ലേ, ഫൈൻഡ് ദ ഏരിയ ഓഫ് പ്ലേസ് എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ. അപ്പോൾ ഏരിയ അല്ലേ, ഒരു സ്ഥലത്ത് ഒരു ഏരിയ കണ്ടുപിടിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നെക്സ്റ്റ് നോക്കിയേ, ക്യാൻ ഓൾ ദ ഫിസിക്കൽ ക്വാണ്ടിറ്റി ബി മെഷേർഡ് ഡയറക്റ്റ്ലി. അപ്പോൾ എല്ലാ ഫിസിക്കൽ ക്വാണ്ടിറ്റീസും ഇങ്ങനെ ഡയറക്റ്റായിട്ട് മെഷർ ചെയ്യാൻ പറ്റുമോ? In situations where direct measurement is not possible, can you write them with reference to other physical quantity? Okay, അപ്പോൾ ചില സിറ്റുവേഷൻസിൽ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് മാത്രം വെച്ചിട്ട് അതിനെ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പം നമ്മൾക്ക് വേറൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയും അതിലൊരു റെഫറൻസ് ആവണം എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളുടെ വീടിൻ്റെ ഫ്ലോറ് നമുക്ക് ടൈല് ചെയ്യാനാണ്. ഓക്കെ, ടൈലിടാനുണ്ട്. അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് മാത്രം നോക്കിയാൽ മതിയോ? വീടിൻ്റെ ഫ്ലോറ് നമുക്ക് ടൈലിടണം. അപ്പോൾ ലെങ്ത്ത് മാത്രം നോക്കിയാൽ മതിയോ? ഇല്ല, ലെങ്ത്ത് നോക്കിയാൽ പോലെ അല്ല, അതിൻ്റെ മൊത്തം ഏരിയ കാണാം. അപ്പോൾ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് അല്ലേ, കഴിഞ്ഞ വർഷം ലാസ്റ്റ് ഇയർ നമ്മൾ പഠിച്ചതാണ്. എന്താണ്? ഏരിയ ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലേ. അപ്പോൾ എൽ ഇൻറ്റു ബി അല്ലേ. അപ്പോൾ ലെങ്ത്തും ബ്രെഡ്ത്തും കാണണം അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ ഫ്ലോറ് ടൈലൊക്കെ ഇടാനായിട്ട് അതിൻ്റെ എൽ ഇൻറ്റു ബി അല്ലേ, അതിൻ്റെ ലെങ്ത്തും വേണം ബ്രെഡ്ത്തും വേണം അല്ലേ. അപ്പോൾ ഇവിടെ രണ്ട് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഏരിയ കണ്ടതല്ലേ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഡയറക്റ്റായിട്ട് ഒറ്റ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്തതാണ്. രണ്ടും നമ്മൾ മറ്റൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി റെഫറൻസ് ആയിട്ട് എടുക്കണം. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആൻഡ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. There are many physical quantities among them: length, mass, time, electric current, temperature, amount of substance and luminous intensity are called fundamental quantities. ഓക്കെ, അപ്പോൾ നമ്മൾ കുറേ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഇവിടെ പഠിച്ചു അല്ലേ. എന്താണ്? ലെങ്ത്, മാസ്, ടൈം, ടെമ്പറേച്ചർ അല്ലേ. അപ്പോൾ നോക്കി, ഇലക്ട്രിക് കറണ്ട് എന്ന് വെച്ചാൽ ഫ്ലോ ഓഫ് മെഷറിങ് ദ ഫ്ലോ ഓഫ് ഇലക്ട്രിക് കറണ്ട്. ഓക്കെ, ഇലക്ട്രിക് കറണ്ടിൻ്റെ ആ ഒരു ഫ്ലോ മെഷർ ചെയ്യാൻ ഉപയോഗിക്കും അല്ലേ. പിന്നെ എന്താണ്? ലുമിനൻസ് ഇൻറ്റൻസിറ്റി എന്ന് വെച്ചാൽ പ്രകാശത്തിൻ്റെ തീവ്രത അളക്കാനുള്ളതാണ്. ഓക്കെ, അപ്പോൾ മെനി ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഉണ്ട്. അതിൽ ലെങ്ത്, മാസ്, ടൈം, ഇലക്ട്രിക് കറണ്ട്, ടെമ്പറേച്ചർ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് and luminance intensity are called fundamental quantities. All other quantities can be expressed in terms of this fundamental quantities. If so, what is fundamental quantities? Okay, all the other quantities can be expressed in terms of these fundamental quantities. ഇവയെ പരസ്പരം ബന്ധപ്പെടുത്തി മറ്റ് അളവുകളൊക്കെ
മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി? ഇഫ് സോ, വാട്ട് ഈസ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി? എന്താണ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി? സി, ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആർ ദ ക്വാണ്ടിറ്റീസ് ദാറ്റ് എക്സിസ്റ്റ് ഇൻഡിപെൻഡൻ്റ്ലി ആൻഡ് കനോട്ട് ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് അതർ ക്വാണ്ടിറ്റീസ്. പരസ്പരം ബന്ധമില്ലാതെ നിൽക്കുന്നതും മറ്റ് അളവുകൾ ഉപയോഗിച്ചിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്തതുമായിട്ടുള്ള ക്വാണ്ടിറ്റീസാണ് fundamental quantities. Okay, find out the physical quantity mentioned in the table 1.1 and list them below. അപ്പോൾ ഏതൊക്കെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ്? ആ 1.1 ആദ്യത്തെ നമ്മുടെ ടേബിളൊക്കെ ലെങ്ത്, മാസ്, ടൈം, ടെമ്പറേച്ചർ അല്ലേ? ഇൻ അവർ ഡെയിലി ലൈഫ് ഡു വി യൂസ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ഓൺലി? ലുക്ക് അറ്റ് ദ പിക്ചർ. വാട്ട് ആർ ദ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഇൻ ദിസ് സിറ്റുവേഷൻ? ഓക്കെ, അപ്പോൾ നമ്മളുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ഈ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് മാത്രമാണോ നമ്മൾ യൂസ് ചെയ്യുന്നത്? അല്ലെ, ഈ പിക്ചർ നോക്കിയേ. അപ്പോൾ ഈ പിക്ചറിലുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയേ, ഫസ്റ്റ് വണ്ണിൽ 2 ചുമരിൻ്റെ ഏരിയ അല്ലേ, ഏരിയ ആണ് അവിടെ. ഓക്കെ, അപ്പോൾ 1.8 ഫിഗറിൽ അവിടെ 2 ഡോറിൻ്റെയും വിൻഡോസിൻ്റെയും ലെങ്ത്തും ബ്രെഡ്ത്തുമാണ് അല്ലേ? ലെങ്ത്തും ബ്രെഡ്ത്തും എന്ന് വെച്ചാൽ ദാറ്റ് ഈസ് ഏരിയ ആണ് കാണുന്നത് അല്ലേ? അപ്പോൾ 2 ഫിസിക്കൽ ക്വാണ്ടിറ്റി അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ ഫിഗറിലും എന്താണ്, ആ ഒരു മരുന്നിൻ്റെ അത് മെഷർ ചെയ്യുന്നുണ്ട് അല്ലേ? മെഷറിങ് ജാറിൽ യൂസ് ചെയ്തിട്ട് നമ്മൾ മെഷർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് നമ്മൾ കാണുന്നത്? അതിൻ്റെ വോളിയം കാണാണ് ചെയ്യുന്നത് അല്ലേ? വോളിയം കാണാൻ ചെയ്യുന്നത്. അപ്പോൾ ഏരിയ ആൻഡ് വോളിയം. സി, റെക്കോർഡ് ഹൗ ഈച്ച് ഓഫ് ദം ഈസ് ഫൗണ്ട് ഔട്ട് ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ അപ്രോപ്രിയേറ്റ്ലി. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയേ, ഫോർ പെയിൻറ്റിങ് ദ വാൾ അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അങ്ങനെ പെയിൻറ്റിങ് ദ വാൾ. അപ്പോൾ അവിടുത്തെ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഏരിയ ആണ് അല്ലേ? നമ്മളവിടെ കാണേണ്ടത് ഏരിയ ആണ്. എന്ന് വെച്ചാൽ എങ്ങനെയാണ് ഏരിയ കാണാനുള്ള? എങ്ങനെയാണ്? ലെങ്ത് ഇൻറ്റു വിഡ്ത്താണ് അല്ലേ? ഓക്കെ, ഇനി മെഷറിങ് ഓഫ് എ മെഡിസിൻ ഓർ എ ലിക്വിഡ്, അതാണ് ഇവിടെ സെക്കൻഡ് വൺ കാണിക്കുന്നത്. അതിൽ നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്താണ്? വോളിയം. അതിൻ്റെ വോളിയമാണ് നമ്മൾ കാണുന്നത് അല്ലേ? അപ്പോൾ വോളിയം കാണുന്നത് എങ്ങനെയാണ്? വോളിയം മീൻസ് വ്യാപ്തം. വ്യാപ്തം കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ്. ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ഓക്കെ, ദാറ്റ് ഈസ് വോളിയം. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, വിച്ച് ആർ ദ ക്വാണ്ടിറ്റീസ് യൂസ്ഡ് ഹിയർ ടു ഫൈൻഡ് ഏരിയ ആൻഡ് വോളിയം. അപ്പോൾ ഏരിയയും വോളിയം കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഏതൊക്കെ ക്വാണ്ടിറ്റീസാണ് യൂസ് ചെയ്തത്? ലെങ്ത്ത്, വിഡ്ത്ത്, ഹൈറ്റ് അല്ലേ? അതാണ്. അപ്പോൾ ഓൾ ഓഫ് ദം ആർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പൊസിഷൻ ആറിൻ്റെ. അപ്പോൾ എല്ലാം ഒരു 2 പൊസിഷൻ്റെ ഒരു ഡിസ്റ്റൻസ് ആയിട്ടാണ് കിടക്കുന്നത് അല്ലേ? യെസ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പൊസിഷൻ എന്ന് വെച്ചാൽ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പൊസിഷൻ റെപ്രസെൻറ്റ്സ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് കോൾഡ് ലെങ്ത് അല്ലേ? അപ്പോൾ 2 ഫിസിക്കൽ ക്വാണ്ടിറ്റീൻ്റെ ഡിസ്റ്റൻസിലാണെന്ന് വെച്ചാൽ അത് എന്താണ്? ആ ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ അതിനെ നമ്മൾ എന്താ പറയുക? ലെങ്ത്താണ് അല്ലേ? നീളമാണ്. എന്താ? 2 ഇതിൻ്റെ നീളമാണ് നമ്മൾ പറയുന്നത് അല്ലേ? അപ്പോൾ വി ഹാവ് യൂസ്ഡ് ദ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ഓഫ് ദ ലെങ്ത് ടു ഫൈൻഡ് ദ ക്വാണ്ടിറ്റീസ് ഓഫ് ദ ഏരിയ ആൻഡ് വോളിയം. അപ്പം നമ്മൾ ഏരിയയും വോളിയവും ഒക്കെ കാണാനായിട്ട് നമ്മൾ ലെങ്ത്ത് അല്ലെങ്കിൽ നീളം എന്ന ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആണ് യൂസ് ചെയ്തത് അല്ലേ? സച്ച് ക്വാണ്ടിറ്റീസ് ദാറ്റ് ക്യാൻ ബി ഫൗണ്ട് ഔട്ട് യൂസിങ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആർ കോൾഡ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ക്വാണ്ടിറ്റീസ്, അങ്ങനെ നീളം എന്ന ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് യൂസ് ചെയ്തിട്ട് നമ്മൾ കണ്ടുപിടിച്ച ഈ ഏരിയ ആൻഡ് വോളിയം ഇല്ലേ, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ദാറ്റ് ഈസ് കോൾഡ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. ഓക്കെ, അങ്ങനെ നീളം എന്ന ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി യൂസ് ചെയ്ത് നമ്മൾ കണ്ടുപിടിച്ച ഈ ഏരിയയും വോളിയം ഇല്ലേ, അതുപോലെയുള്ളതിനെയാണ് നമ്മൾ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡെഫിനിഷൻ എന്തായിട്ട് വരും? What is derived quantities? Quantities that can be expressed in terms of fundamental quantities are derived quantities. Quantities that can be expressed in terms of fundamental quantity യൂസ് ചെയ്തിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ക്വാണ്ടിറ്റീസിനെയാണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ എന്താണ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്, എന്താണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. ഓക്കെ, ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് എന്ന് വെച്ചാൽ ഹൈറ്റ്, മാസ്, ടെമ്പറേച്ചർ, ഓക്കെ, ഇതൊക്കെ. ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് വെച്ചാൽ നമ്മൾ
ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി യൂസ് ചെയ്തിട്ട്, ദറ്റ് മീൻസ് നമ്മൾ പറഞ്ഞു നമ്മൾക്കൊരു ഏരിയ കാണാനായിട്ട് അതിൻ്റെ ലെങ്ത്തും വേണം വിഡ്ത്തും വേണം അല്ലേ. അപ്പോൾ വോളിയം കാണാനായിട്ട് ലെങ്ത് വിഡ്ത്ത് ഹൈറ്റ് വേണം. അപ്പോൾ നമ്മൾ അവിടെ 3 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ അതിനെ നമ്മൾ അങ്ങനെ നമ്മൾക്ക് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ഉപയോഗിച്ചിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ടേംസിനെ നമ്മൾ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് വിളിക്കും. ഇവിടെ നോക്കിയേ, ഇവിടെ ഒരു ഗ്യാസ് സിലിണ്ടറിൻ്റെ ഫിഗർ കൊടുത്തിട്ടുണ്ട്. സീ ഹൗ ദ മാസ് ഈസ് മാർക്ക്ഡ് ഓൺ ദ ഗ്യാസ് സിലിണ്ടർ. അപ്പോൾ ഈ ഗ്യാസ് സിലിണ്ടറിൻ്റെ മാസ് അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. എത്രയാണ്? 14.2 kg അല്ലേ. അപ്പോൾ അവിടെ എഴുതാം 14.2 kilogram അല്ലേ, kg. So here the physical quantities of the mass is indicated using a numerical value അല്ലേ. അപ്പോൾ ഇവിടെ ഫിസിക്കൽ ക്വാണ്ടിറ്റി അഥവാ മാസ് ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? ന്യൂമറിക്കൽ വാല്യൂവിലാണ് അല്ലേ. ആ മാസ് അതിൻ്റെ വെയിറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട് 14.2 അല്ലേ. അതിൻ്റെ യൂണിറ്റാണ് എന്ത്? കിലോഗ്രാം. kg എന്ന് പറയുന്നത് യൂണിറ്റാണ് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ എല്ലാ മാസ്, ഇപ്പോൾ വെയിറ്റ്, ഇപ്പോൾ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഹൈറ്റിനൊക്കെ എന്തുണ്ട്? ഒരു യൂണിറ്റ് ഉണ്ട് അല്ലേ. ഇതിനൊക്കെ എന്തുണ്ട്? ഈ ന്യൂമറിക്കൽ വാല്യൂസിനൊക്കെ ഒരു SI യൂണിറ്റ് ഉണ്ട് അല്ലേ. അപ്പോൾ അത് താഴെ നോക്കിയിട്ട് നമ്മൾ പറയാനാണ്. ഈ ഫിഗറിൽ നോക്കിയ ഫസ്റ്റ് വണ്ണിൽ അവിടെ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യാണ് അല്ലേ. അപ്പോൾ അതവിടെ കൊടുത്തിട്ടുണ്ട്. ഫിസിക്കൽ ക്വാണ്ടിറ്റി അവിടുത്തെ ടെമ്പറേച്ചറാണ്. ന്യൂമറിക്കൽ വാല്യൂ എന്ന് പറയുന്നത് 37.8. ഇവിടെ ആ ടെമ്പറേച്ചർ അതിൽ കാണിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ യൂണിറ്റ് എന്താണ്? നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ് അല്ലേ. ടെമ്പറേച്ചറിൻ്റെ യൂണിറ്റ് സെൽഷ്യസ് ആണ് അല്ലേ. അപ്പോൾ അതിൻ്റെ ഫൈനൽ മോഡ് ഓഫ് മാർക്കിംഗ് മെഷർമെൻറ്റ് എങ്ങനെയാണ്? ആ 37.8 ഡിഗ്രി സെൽഷ്യസിലാണ്. ഇനി സെക്കൻഡ് വണ്ണിൻ്റെ പിക്ചറിൽ എന്താണ്? ആ കുട്ടിയുടെ ഹൈറ്റ് അവിടെ ചെക്ക് ചെയ്യാണ് ചെയ്യുന്നത് അല്ലേ. അത് എത്രയുണ്ട്? 164 അല്ലേ. അപ്പോൾ അവിടെ ഹൈറ്റാണ്, ലെങ്ത്താണ് ചെക്ക് ചെയ്യുന്നത്. ന്യൂമറിക്കൽ വാല്യൂ 164 അല്ലേ. 164 ആണ്. അപ്പോൾ യൂണിറ്റ് എന്താണ്? സെൻറ്റിമീറ്റർ അല്ലേ, സെൻറ്റിമീറ്റർ. അപ്പോൾ 164 സെൻറ്റിമീറ്റർ എന്ന് വരും. നെക്സ്റ്റ് എന്താണ് ഇവിടെ? ഇവിടെ എന്തോ നമ്മൾ വെയിറ്റ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ആ വെയിറ്റിൻ്റെ ഇവിടെ കണ്ടല്ലോ 1 കിലോഗ്രാം എന്നുണ്ട്. ആ വെയിറ്റിൻ്റെ kg ആണുള്ളത് അല്ലേ. അപ്പോൾ അവിടെ മാസ്, ഫിസിക്കൽ ക്വാണ്ടിറ്റി മാസ് ആണ്. ന്യൂമറിക്കൽ വാല്യൂ 1 യൂണിറ്റ് കിലോഗ്രാം. ഓക്കെ, അപ്പോൾ 1 കിലോഗ്രാം ആണ് മോഡ് ഓഫ് മാർക്കിംഗ് എന്ന് പറയുന്നത്. വാട്ട് ക്യാൻ ബി അണ്ടർസ്റ്റുഡ് ഫ്രം ദ ടേബിൾ എബോ. അപ്പോൾ ഈ ടേബിളിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? എന്താ മനസ്സിലായി? ഓരോ ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റീസൊക്കെ എക്സ്പ്രസ് ചെയ്യുമ്പോൾ ആ നമ്പറിനെ ഇൻഡിക്കേറ്റ് ചെയ്തിട്ട് എന്തുണ്ടാവും? ആ നമ്പറിൻ്റെ വാല്യൂവും പിന്നെ അതിൻ്റെ യൂണിറ്റും ഉണ്ടാവും അല്ലേ. അപ്പോൾ എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഈസ് എക്സ്പ്രസ്ഡ് ബൈ എ നമ്പർ ഇൻഡിക്കേറ്റിംഗ് ഇറ്റ്സ് വാല്യൂ ഫോളോഡ് ബൈ ഇറ്റ്സ് യൂണിറ്റ്. ഓക്കെ, ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി എക്സ്പ്രസ് ചെയ്യുമ്പോൾ അതിൻ്റെ നമ്പറിൻ്റെ കൂടെ അതിൻ്റെ SI യൂണിറ്റും ഉണ്ടാവും. ഓക്കെ ഡിയേഴ്സ്, അപ്പോൾ ഇന്നത്തെ എൻ്റെ ക്ലാസ് ഇവിടെ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ക്ലാസ് നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി തോന്നുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.